എല്ലാ ബിസിനസ്സുകളും ഒരു 3 സ്റ്റേജിലൂടെ കടന്നു പോകും. ആദ്യം ഇതൊരു ഐഡിയ സ്റ്റേജാണ്. അത് കഴിഞ്ഞിട്ടാണ് ആ ഐഡിയ സ്റ്റേജിനെയാണ് നമ്മൾ ബിൽഡിംഗ് സ്റ്റേജ് എന്ന് പറയുക. നമ്മളൊരു സാധനം ബിൽഡ് ചെയ്യാണ് ബിസിനസ്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് അതിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റേജും അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നൊരു സ്റ്റേജും വേണ്ടത്. അതിൻ്റെ ലാസ്റ്റ് 3rd സ്റ്റേജാണ് ഇത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അടുത്ത ജനറേഷന് അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് നമ്മളുടെ ഒരു ലെഗസി ആയിട്ട് ഇതിനെ വിട്ടുകൊടുത്തിട്ട് നമ്മൾ പതുക്കെ മാറി നിൽക്കുന്നത്. ചിലപ്പോൾ നമുക്ക് വയസ്സായിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ ഈ 3 സ്റ്റേജുകളിലൂടെയാണ് ഒരുവിധം എല്ലാ ബിസിനസ്സും കടന്നു പോവുക. ഇതിൽ ഓരോ സ്റ്റേജിലും അതിൻ്റേതായ ഡയലമേഴ്സും ചാലഞ്ചുകളും ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ആദ്യം ഒരു സാധനം ബിൽഡ് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളപ്പോൾ ഇത് നമ്മളുമായിട്ട് അലൈൻ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണോ, നമുക്ക് താല്പര്യമുള്ള ഒരു ഐഡിയ ആണോ, അതോ ബാക്കി ആൾക്കാർ പറയുന്ന ഒരു ഐഡിയ ആണോ, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്തരമൊരു ഫീൽഡിലേക്ക് വരേണ്ടത്, ഞാൻ എൻ്റെ എന്ത് തരം എക്സ്പെർട്ടൈസാണ് ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്, ഇതൊക്കെയാണ് ആ ബിൽഡ് ചെയ്യുന്ന സമയത്തുള്ള ചലഞ്ചുകൾ. ഗ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ആൾക്കാർ വേണം, നമുക്ക് നല്ല ആൾക്കാർ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റണം, നമ്മൾ സിസ്റ്റംസും അതിൻ്റെ പ്രോസസ്സസും ഉണ്ടായിരിക്കണം. അപ്പോൾ ആ സ്റ്റേജിൽ വേറെ കുറേ ചാലഞ്ചസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ജനറേഷനുകളായിട്ട് അടുത്ത തലമുറകളിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം മെയ് 5-ാം തീയതി നമ്മൾ കാണുമ്പോൾ. എൻ്റെ പേര് സന്തോഷ് ബാബു എന്നാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ലോകത്തെമ്പാടുമുള്ള വലിയ ഓർഗനൈസേഷനുകളുടെ സീനിയർ ലീഡർഷിപ്പിൻ്റെ ഒരു കോച്ചും അഡ്വൈസറുമാണ് ഞാൻ. ആൻഡ് ഐ ലുക്ക് ഫോർവേഡ് മീറ്റിംഗ് ഓൾ ഓഫ് യു.